പാലക്കാട് വ്യവസായിയെ തോക്കു ചൂണ്ടി തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക ദൃശ്യങ്ങളും ഓഡിയോ സംഭാഷണവുമാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. കൊട്ടേഷൻ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വ്യവസായി മുഹമ്മദ് ഉള്ളപ്പോഴത്തെ ദൃശ്യങ്ങളാണിത്. പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സംഭാഷണങ്ങളും ന്യൂസ് 18 ലഭിച്ചു. തട്ടിക്കൊണ്ടുപോകലിന് കൊട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്നാണ് സൂചന. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നും വിവരമുണ്ട്. കൊട്ടേഷൻ ഏറ്റെടുത്തത് കർണാടക കേന്ദ്രീകരിച്ചുള്ള മലയാളികളടങ്ങുന്ന ഗുണ്ടാ സംഘമാണ്. മോനെ അലി, എടാ 70 കോടി ഉറുപ്പ്യ ഞാൻ വളരെ പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. എൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ അവർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല, ഒരു ന്യൂസിലും കാര്യത്തിലും ഒന്നും വേണ്ട. ഓർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തിട്ട്. അല്ലാ, പോലീസിൻ്റെ പിന്നാലെ ന്യൂസിലും മറ്റോടത്തും ഒന്നും നീ പോയിട്ട് ഒരു കാര്യമല്ല. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഇതുവരെയും മുഖ്യപ്രതികളെ, അതായത് ഈ തട്ടിക്കൊണ്ടുപോകലിന് നേതൃത്വം നൽകിയ കൊട്ടേഷൻ സംഘത്തെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിനിടെയാണ് ന്യൂസ് 18 ഈ ശബ്ദ സംഭാഷണവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവിടുന്നത്. പ്രതികൾക്ക് ഒത്താശ ചെയ്തതിൻ്റെ പേരിൽ പനമണ്ണ സ്വദേശി അഭിജിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ 3 പേർ കൂടി പോലീസിന്റെ പിടിയിലായിരുന്നു. അതായത് കേസിൽ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ കീഴടങ്ങാനെത്തിയ 3 പേരെ പോലീസ് കോടതി വളപ്പിൽ നിന്നാണ് പിടികൂടിയത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടാണ്, റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന വ്യക്തമായ സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷെ ഇതിന് പിന്നിൽ ആരാണെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കൊട്ടേഷൻ നൽകിയതാരാണെന്നോ കൊട്ടേഷൻ ഏറ്റെടുത്തതാരാണെന്നോ വിവരം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം 3 പേരെ കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അവർ യഥാർത്ഥ പ്രതികളാണോ എന്ന് പോലും സംശയമുണ്ട്. ഡെമ്മി പ്രതികളാകാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് ഈ ശബ്ദ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൻ്റെ കൈവശമുള്ളപ്പോഴാണ് വ്യവസായിയായ മുഹമ്മദ് അലി സ്വന്തം മകൻ അയച്ച ശബ്ദ സന്ദേശം. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു, ഈ സംഘത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ വെച്ച് മകൻ അയച്ച ശബ്ദ സന്ദേശമാണിത്. ഇതിൽ ഏറ്റുപറയുന്നുണ്ട് താൻ ഒരാൾക്ക് 70 കോടി രൂപ കൊടുക്കാനുണ്ട്, തെറ്റുപറ്റിപ്പോയി എന്ന്. എന്താണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്? ആരാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന? അനീഷ്. ടോം, നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവങ്ങൾക്ക് മുമ്പ് ആരാണ് മുഹമ്മദ് അലി എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എത്രമാത്രം വ്യാപ്തിയുള്ള ഒരു കൊട്ടേഷനാണ് ഇവിടെ നടന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ജിദ്ദ നാഷണൽ ആശുപത്രി, റയാൻ മെഡിക്കൽ ഗ്രൂപ്പ് എന്നിവയടക്കമുള്ള വലിയ ആശുപത്രി ശൃംഖലയിലെ, ജിദ്ദയിലെ ആശുപത്രി ശൃംഖലയുടെ മാനേജിംഗ് ഡയറക്ടറാണ് മുഹമ്മദ് അലി. ഒപ്പം ഇന്റർനാഷണൽ സ്കൂളുകളടക്കമുള്ള മറ്റു സ്ഥാപനങ്ങളുമുണ്ട്. അതായത് വലിയ തുകയിലുള്ള കോടികൾ കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തി വരുന്ന ഒരു വൻകിട ഇടപാടുകാരനാണ് മുഹമ്മദ് അലി എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹം കേരളത്തിലെത്തിയ ശേഷം ജിദ്ദയിലേക്ക് മടങ്ങുന്നതിനായി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യുന്ന വഴിയാണ് ശനിയാഴ്ച വൈകിട്ട് 6:30 മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തിയായ ആറങ്ങോട്ടുകര കോഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ച് നാടകീയമായ തട്ടിക്കൊണ്ടുപോകൽ അരങ്ങേറുന്നത്. അദ്ദേഹം ഇന്നോവ കാറിലുണ്ടായിരുന്ന അജ്ഞാത സംഘം അദ്ദേഹത്തെ തൂക്കു ചൂണ്ടി വാഹനം നിർത്തിയ ശേഷം മുഹമ്മദ് അലിയെ സ്വന്തം വാഹനത്തിൽ നിന്നും ഇറക്കി അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. അതായത് ജിദ്ദയിലേക്ക് പോകാനുള്ള വാഹനത്തിൽ അദ്ദേഹം എയർപോർട്ടിലേക്ക് പോകും വഴി മാർഗമധ്യേ തടഞ്ഞു നിർത്തി തൂക്കു ചൂണ്ടി അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോവുകയും അവരുടെ കസ്റ്റഡിയിലാക്കുകയും ചെയ്യുന്നു. തുടർന്ന് പാലക്കാട് ജില്ലയിലെ കോതക്കുറിശി എന്ന സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയും അവിടെ തടവിൽ പാർപ്പിക്കുകയുമായിരുന്നു. എന്നാൽ ഈ തടവിൽ പാർപ്പിച്ചതിനിടെ അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്നും ഇറങ്ങി ഓടിയ അദ്ദേഹം വളരെ സാഹസികമായി അടുത്തുള്ള ഒരു പള്ളിയിലെത്തുകയും പള്ളിയിൽ അഭയം തേടുന്നു. പിന്നീട് പോലീസിനെയൊക്കെ അറിയിച്ച് അദ്ദേഹം ആശുപത്രിയിലേക്ക് മാറുന്നതടക്കമുള്ള സാഹചര്യം. വളരെ ഗുരുതരമായ രീതിയിലുള്ള പരിക്കുകൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. കാരണം ഈ കൊട്ടേഷൻ സംഘം അദ്ദേഹത്തെ
ഇദ്ദേഹത്തെ വളരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം മർദ്ദനത്തിൻ്റെ ഒരു ഇടവേളയിലാണ് ഈ നമ്മൾ മുമ്പ് പറയുന്ന ആ വോയിസ് നോട്ട് മകന് അയക്കുന്നത്. കാരണം 70 കോടി രൂപ പല സമയത്തായി ഈ ആളുകൾക്ക് താൻ കൊടുക്കാനുണ്ട്, ആ പണം നൽകിയില്ലെങ്കിൽ തൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിച്ചാലോ അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചാലോ ഒന്നും ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് മുഹമ്മദ് അലി തൻ്റെ മകനോട് ആ വോയിസ് നോട്ടിൽ പറയുന്നത്. എന്തായാലും വലിയ ഇടപാടുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് വ്യക്തമാണ്. എന്തായാലും ഏത് സാഹചര്യത്തിലാണ് ഇയാൾ രക്ഷപ്പെട്ടത് എന്നത് ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഉച്ച ഭക്ഷണ സമയത്ത് അല്ലെങ്കിൽ ഈ സംഘങ്ങൾ ഉറങ്ങുന്ന സമയത്ത് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നത് ഇയാളെ തട്ടിക്കൊണ്ടുപോകാനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്തത് കർണാടകത്തിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘമാണ്. അവർ മദ്യപിച്ച ശേഷം മദ്യലഹരിയിൽ മയങ്ങിപ്പോയപ്പോഴാണ് ഈ മുഹമ്മദ് അലി ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നീട് ഇതിന്റെ ഒരു ആദ്യ പ്രതിയെ തീർച്ചയായും അവിശ്വസനീയമായ കഥകളാണ്, സിനിമ കഥയെ പോലും വെല്ലുന്ന സംഭവവികാസങ്ങളാണ് അന്ന് നടന്നത് അനീഷ്. കാരണം ഈ മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോകുന്നു, അതിനിടെ ലഹരി ഉപയോഗിച്ച് മദ്യപിച്ച് ലക്ക് കെട്ട് പിന്നീട് കൊട്ടേഷൻ സംഘം ഉറങ്ങിപ്പോയപ്പോൾ അവിടെ നിന്നും മുഹമ്മദ് അലി രക്ഷപ്പെട്ടു എന്നാണ് പോലീസിന് മുഹമ്മദ് അലി തന്നെ നൽകിയ മൊഴി. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. മുഹമ്മദ് അലിയുടെ മൊഴികളിൽ അവ്യക്തതയുണ്ട്. കാരണം ഈ സംഘം പാലക്കാട് നിന്ന് മുഹമ്മദ് അലിയെ കർണാടകയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പദ്ധതിയിട്ടതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസ് നൽകിയ മൊഴിയിൽ ഉൾപ്പെടെ മുഹമ്മദ് അലി എന്തൊക്കെയോ കാര്യങ്ങൾ മറച്ചു വെക്കുമ്പോൾ അതിൽ ചില സംശയങ്ങളില്ലേ. കാരണം മുഹമ്മദ് അലി പറയുന്നത് ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ടെന്നാണ്. ഇതിന് പിന്നിൽ ആരാണെന്ന് മുഹമ്മദ് അലിക്ക് ഒരുപക്ഷെ വ്യക്തമായ അറിവുണ്ടാകാം. 70 കോടി രൂപ ഒരാൾക്ക് നൽകാനുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതല്ല യഥാർത്ഥ കണക്ക്, അതിനും വലിയൊരു കൊട്ടേഷൻ ഇടപാടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് പനമണ്ണ സ്വദേശിയായ അഭിജിത്ത് എന്ന 26 വയസ്സുള്ള ആളെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീടാണ് നാടകീയമായ ചില നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. പട്ടാമ്പി മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാനായി 3 പേർ എത്തുന്നു. അവർ കീഴടങ്ങുന്ന വിവരം മജിസ്ട്രേറ്റിനെ അറിയിച്ച് കാത്തിരിക്കുന്നതിനിടെ ഇവരെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നു. പട്ടാമ്പി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലൊക്കെ അടക്കമുള്ള ഷൊർണൂർ ഡിവൈഎസ്പി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം ഈ 3 പേരെയും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പനമണ്ണ ആറുപുഴ ഷഹിൻ, അനങ്ങനാടി ഓവിങ്കൽ നജീബുദ്ദീൻ, പനമണ്ണ ഫൈസൽ ബാബു എന്നിങ്ങനെ 3 പേരാണ് അറസ്റ്റിലാവുന്നത്. ഏറ്റവും കൗതുകരമായ കാര്യം, ഈ 3 പേർക്കെതിരെ ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് പിടികൂടുമ്പോൾ ഒരു FIR ഇടുകയോ അല്ലെങ്കിൽ ഇവരെ 3 പേരെയും പ്രതി ചേർക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ 3 പേർ കോടതിയിൽ വന്ന് കീഴടങ്ങാൻ ഒരുങ്ങുന്നു. അതായത് ഈ മുഹമ്മദ് അലി എന്ന ആളെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തങ്ങൾക്ക് കീഴടങ്ങാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ 3 പേരും കോടതിയിലെത്തുന്നു. പക്ഷേ മജിസ്ട്രേറ്റിനോട് അഭിഭാഷകൻ മുഖേന ഇക്കാര്യങ്ങൾ പറയുമ്പോൾ മജിസ്ട്രേറ്റ് കേസ് തിരയുന്നു, അല്ലെങ്കിൽ ഏത് FIR ആണ് ഇവരെ അറസ്റ്റ് ചെയ്തെന്ന് തിരയുമ്പോൾ ഇവർക്കെതിരെ കേസെടുത്തില്ല എന്ന് പോലീസ് അറിയിക്കുന്നു. പിന്നീട് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ഇവർക്കെതിരെ FIR ഇടുകയും ചെയ്യുന്നു. അവിടെ തന്നെ വലിയ ദുരൂഹതയുണ്ട്. കാരണം മലപ്പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ ഈ പനമണ്ണക്കാരായ 3 പേർ വന്ന് എന്തിനിങ്ങനെ കോടതിയിൽ സ്വമേധയാ കീഴടങ്ങണം? അവർക്കെതിരെ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, അവർക്കെതിരെ ഒരു കേസെടുത്തിട്ടില്ല. പക്ഷേ എന്തിനവർ വന്ന് കീഴടങ്ങണം എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. എന്തായാലും അവർ കീഴടങ്ങിയ ശേഷമാണ് 3 പേർക്കെതിരെയും പോലീസ് FIR ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റം പ്രൊഫഷണലായ കൊട്ടേഷൻ സംഘങ്ങൾ തന്നെയാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കർണാടകത്തിൽ നിന്നുള്ള കൊട്ടേഷൻ സംഘങ്ങളാണ് ഈ ചുമതല ഏറ്റെടുത്തത്. ഉന്നത രാഷ്ട്രീയ ബന്ധം ഈ കേസിലുണ്ട് എന്ന് ഏറ്റവും പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാവുന്നു. അങ്ങനെയുള്ള കൊട്ടേഷൻ കർണാടകത്തിൽ ഏറ്റെടുക്കുകയും ആ പ്രതികൾ ഇയാളെ കർണാടകത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും പിന്നീട് പാതി വഴിയിൽ ഈ ദൗത്യം അലസിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യം. പക്ഷേ 3 പ്രതികളെ പോലീസിന് ഇട്ട് നൽകുകയാണെന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം സ്വയം പോലീസിലേക്ക് എത്തി അല്ലെങ്കിൽ സ്വയം കോടതിയിലേക്ക് എത്തി കീഴടങ്ങി പ്രതികളായി മാറുന്ന സാഹചര്യം. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഇടപാടുകളിൽ പലതും വലിയ ദുരൂഹമാണ്. 70 കോടി രൂപ നൽകാനുണ്ട് എന്ന്